ഞാനേജി. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഓർക്കിഡിൻ്റെ ടവർ എങ്ങനെ സെറ്റ് ചെയ്യാൻ ഏജി എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് നമുക്കൊരു ഓർക്കിഡിൻ്റെ ടവർ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള PVC പൈപ്പുകളൊക്കെ നമുക്ക് പോട്ട് ചെയ്തെടുക്കാൻ അറിയാത്തവർക്കും ബിഗിനേഴ്സിനൊക്കെ ഇതേപോലെ നമുക്കൊരു ഓർക്കിഡ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്നൊരു സ്പീഷ്യസ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെടികൾ പെട്ടെന്ന് വേര് പിടിക്കാനുള്ള ഒരു ഐഡിയയാണ്. ഈ ഒരു പ്ലാന്റൊക്കെ കണ്ടോ, നമ്മളിതുപോലെ ടവറൊക്കെ സെറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളതാണ്. അതിലൊക്കെ നമുക്ക് പ്ലാന്റുകളൊക്കെ നല്ല ഉഷാറായിട്ട് വരും. നമുക്ക് ആ ഒരു പോട്ടിങ് മീഡിയം ഇല്ലാതെയും നമുക്ക് ഇതുപോലെ കുറഞ്ഞ ഏരിയയിൽ ഈ ഒരു ടവറിൽ തന്നെ നമുക്ക് 10-15 ഓർക്കിഡൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറഞ്ഞ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഇതുപോലെ നല്ലതാണ്. ഓർക്കിഡ് പോട്ട് ചെയ്യാൻ ചാർക്കോളോ അതേപോലെ ചട്ടിയോ ഒന്നും ആവശ്യമില്ല. ഇതുപോലുള്ള ഒരു PVC പൈപ്പ് എടുക്കുക. അതിന് മുകളിൽ ഇങ്ങനെ ഗ്രീൻ നെറ്റ് കെട്ടി കൊടുത്തിട്ട് ഒരു ചട്ടിയിൽ നമ്മൾ സിമെൻ്റൊക്കെ വെച്ച് ഉറപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഒരു ചട്ടിയിൽ തന്നെ നമുക്കൊരു 10 പ്ലാന്റ് വരെ മിനിമം നമുക്ക് റീപോർട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടുക കേട്ടോ. ഒരുപാട് ഓർക്കിഡ് സബ്സ്ക്രൈബേഴ്സും ലവേഴ്സൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും പോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും നമ്മളെ വാട്സപ്പ് എൻക്വയറിയിലൊക്കെ നമുക്ക് എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഓർക്കിഡ് ലവേഴ്സ്. അപ്പോൾ നിങ്ങൾക്കും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ച് അന്വേഷിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് പ്ലാന്റുകളൊക്കെ നമ്മൾ പോട്ട് ചെയ്ത് വേര് പിടിപ്പിച്ചിട്ടുള്ള ചകിരിയുടെ നമ്മളെ കൊക്കോ ഫൈബറിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ്. അത് നമുക്ക് ഈ ടവറിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഓൺലൈനായിട്ടൊക്കെ പ്ലാന്റ് സെയിൽ ചെയ്യുമ്പോൾ കുറഞ്ഞൊരു ചകിരിയുടെ ഒരു പോട്ട് ഒരു മീഡിയം ഉണ്ടാവും. അപ്പോൾ അതൊരു 6 മാസം വരെ അതിൻ്റെ ലൈഫുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു ഓർക്കിഡ് വാങ്ങിക്കുമ്പോൾ ഇതേപോലുള്ള ഒരു ചകിരിയുടെ ഒരു തൊണ്ടിൽ നമ്മളൊരു 1.5 ഇഞ്ച് പോട്ട് ഒരു 1 ഇഞ്ച് പോട്ടിലേക്ക് ഞാൻ അയക്കുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ അത് ബിഗിനേഴ്സ് അല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും കൂടി റിമൂവ് ചെയ്ത് പോട്ട് ചെയ്യേണ്ടതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ അതിലുള്ള ചകിരിയുടെ കണ്ടൻറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റുകളൊക്കെ നമ്മൾ ഇതിൽ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈ വെച്ചിട്ട് 2 പ്ലാന്റുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈ ടൈ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊരു കുടുക്കാണ്. ജസ്റ്റ് ഇതിൽ വെച്ചിട്ടൊന്ന് കുടിക്കാൻ മതി. 2 ആൾ വേണം കേട്ടോ. അപ്പോൾ നിൽക്കും കൂടിയാണ് നമുക്ക് ഹെൽപ്പിനായിട്ട് വിളിച്ചിട്ടുള്ളത്. എനിക്ക് ഇതുപോലുള്ള ജോലികൾക്ക് കാക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞായറാഴ്ചയാണ് നമ്മൾ ഇതുപോലുള്ള ജോലികൾക്കൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ കെട്ടിക്കൊടുത്തു. കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഈ ഒരു ട്വിസ്റ്റ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ടോപ്പിൽ തന്നെ നമ്മൾ കെട്ടിക്കൊടുത്തത്. ഇനി ആവശ്യമില്ലാത്ത ചകിരികളൊക്കെ നമ്മൾ ഇതേപോലെ കത്രിക വെച്ച് അതൊന്ന് ഒഴിവാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ താഴെ തന്നെ നമുക്ക് വേറെ 2 പ്ലാന്റും കൂടി ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലാക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. ഞാനൊരു 6 പ്ലാന്റ് ഒരു ടവറിൽ കെട്ടിക്കൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ സിമെൻ്റൊക്കെ വെച്ച് ഉറപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെടികൾക്കൊന്നും അടക്കാൻ പറ്റാതെ ഒരു മരം പോലെ നമുക്കൊരു മരത്തിൽ നമ്മൾ ഓർക്കിഡ് പോട്ട് ചെയ്ത പോലെ തന്നെ സെറ്റായി നിൽക്കും കേട്ടോ. ഇതിലിങ്ങനെ ഫ്ലവേഴ്സ് പല കളർ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഒരു ടവറിലാണ് 6 പ്ലാന്റ് വെക്കുന്നത്. അപ്പോൾ 6 പൂക്കളും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടവറിൽ പ്ലാന്റുകളൊക്കെ കെട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഹോസ് വെച്ച് നന്നായിട്ട് തന്നെ വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. ഡെൻഡ്രോബിയം ഓർക്കിഡ്, ഈ ഒരു ഓർക്കിഡ് ആവശ്യത്തിന് നല്ല വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഹോസൊക്കെ വെച്ച് രാവിലെ എന്നും ഇതേപോലെ നനച്ച് കൊടുക്കണം. ചെടി നല്ല നനഞ്ഞു നിൽക്കുന്ന രീതിക്ക് തന്നെ നമുക്ക് നനച്ച് കൊടുക്കാം കേട്ടോ. അപ്പം മീഡിയൊന്നും ഇല്ലാതെ നമ്മൾ ചെടികളിലുള്ള വെള്ളങ്ങളൊന്നും കെട്ടി നിൽക്കൂല. ചെടി ഡയറക്റ്റായിട്ട് വെള്ളങ്ങളൊക്കെ ഒലിച്ചു പോർന്ന് പോകും. എന്നാലും ചെടിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ആ ഗ്രീൻ നെറ്റിലൊക്കെ നമുക്ക് തെളിഞ്ഞ് നിന്ന് ചെടിയിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡയറക്റ്റ് വെയിൽ കൊള്ളണം ഒരു സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. ഒരു ചെറിയ ഗ്രീൻ നെറ്റിൻ്റെ ഒരു ഷെയ്ഡും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു വെയിലുള്ള കാലം വരാൻ പോവുകയാണ്. നല്ല ചൂട് കൂടുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ 2 നേരമൊക്കെ നനച്ച് കൊടുക്കാം കേട്ടോ. രാവിലെ നനച്ച് കൊടുക്കാം, വൈകിട്ടും നമുക്ക് ഇതേപോലെ ഹോസൊക്കെ വെച്ച് നനച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടവറിലൊക്കെ സെറ്റ് ചെയ്ത പ്ലാന്റുകൾ എങ്ങനെയാണ് നനക്കുക എന്നുള്ളത് ഒരുപാട് കമൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹോസൊക്കെ വെച്ച് നടക്കാം. ഇനി നമുക്ക് എപ്പോഴാണ് ഫെർട്ടിലൈസർ കൊടുക്കുക എന്നുള്ളത് കൂടി ചോദിക്കാറുണ്ട്. ഏതൊരു ഓർക്കിഡ് പ്ലാന്റിനാണെങ്കിലും രാവിലെ ചെടി വെള്ളം നനച്ചു കൊടുക്കുക. അതിന് ശേഷം 1.5 hour കഴിഞ്ഞിട്ട്
നമുക്ക് ഫെർട്ടിലൈസറും കൊടുക്കാം കേട്ടോ. ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാം. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ, നിങ്ങൾക്ക് എന്തൊക്കെ ഫെർട്ടിലൈസറാണ് നിങ്ങളടുത്ത് അവൈലബിൾ ഉള്ളത് അതൊക്കെ നമുക്ക് കൊടുക്കാം. 1 വീക്കിൽ 2 ടൈംസിൽ എന്തെങ്കിലും ഫെർട്ടിലൈസർ മാറി മാറി കൊടുത്താൽ തന്നെ നമ്മൾ ചെടികളിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ആവശ്യത്തിന് നല്ല വെള്ളം കിട്ടിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ചെടിയുടെ സ്റ്റെമ്മൊക്കെ നല്ല ഒരു ഉഷാറായിട്ടൊക്കെ നിൽക്കുള്ളൂ. വെള്ളം കിട്ടാത്ത സ്റ്റെമ്മൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ചുക്കിച്ചുളിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഇതുപോലെ ഹോസ്റ്റൽ ചിലർ സ്പ്രേ വെച്ച് നനച്ചാൽ മതിയോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതാണ് ഞാൻ വെള്ളം നനക്കണ ഹോസ് തന്നെ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മരത്തിൻ്റെ ടവറുകളും ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടവറിൻ്റെ വീഡിയോ എപ്പോഴും നമ്മളങ്ങനെ എൻക്വയറി വരുന്നതാണ്, ഇങ്ങനെ നമുക്ക് ടവർ സെറ്റ് ചെയ്യാന്നുള്ളതൊക്കെ കേട്ടോ. പിന്നെ വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആൾ ഇന്ത്യ പ്ലാന്റുകൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. മിനിമം 5 പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യണത്. അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റ്സുകളൊക്കെ വാങ്ങിച്ച് ഒരു 5 പ്ലാന്റൊക്കെ വാങ്ങിച്ച് ഇതുപോലെ ടവറൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു കുഞ്ഞു ഓർക്കിഡ് ഗാർഡനൊക്കെ നിങ്ങളുടെ മുറ്റത്ത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നനച്ചതിന് ശേഷം 1.5 അവർ കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന എന്ത് ഫെർട്ടിലൈസർ ആണെങ്കിലും ഇതുപോലെ ആ റൂട്ട് ഭാഗത്ത് നമുക്ക് ഫെർട്ടിലൈസറും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെയാണ് ഞാൻ ഫെർട്ടിലൈസറും കൂടി കൊടുത്തിട്ടുള്ളത്, അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാം കേട്ടോ. ബൈ.